ഇന്ന് ഏറ്റവും ശ്രദ്ധ വയ്ക്കുന്ന രണ്ട് ടീമുകൾ ഒരുപക്ഷെ നെതർലാൻഡ്സും ജർമ്മനിയും തന്നെയാണ്. അപ്പോൾ നമ്മുടെ നെതർലാൻഡ്സിൻ്റെ ഒരു കട്ട ആരാധകൻ കൂടിയായ കേരള മുൻ താരം ബിനീഷ് കിരൺ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ബിനീഷ്, കാത്തിരിക്കുകയാണ്. ഓറഞ്ച് വട ആദ്യ മത്സരത്തിൽ ഒന്ന് പതറിയെങ്കിലും ലീഡ് കളഞ്ഞു കുളിച്ച് സമനില വഴങ്ങിയില്ലെങ്കിൽ രണ്ടാം മത്സരത്തിൽ എന്താണ് ഇത്തവണ ഓറഞ്ച് വടയ്ക്ക് കാണിച്ച് തരാൻ സാധിക്കുക എന്നതിൻ്റെ ഒരു തെളിവ് നമ്മൾ കണ്ടതാണ്. സ്വീഡനെതിരെ വലിയ മാർജിൽ ജയിക്കുന്നു. അപ്പോൾ ഇന്നും മികച്ച പ്രകടനം തന്നെ ഡച്ച് പടയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അനിൽ, ഡച്ച് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്ലാസ്, ടോട്ടൽ കൺട്രോൾ, ടോട്ടൽ ഫുട്ബോൾ, ടോട്ടൽ ഓറഞ്ച്. അതാണ് നമ്മൾ ടോട്ടലാണ്. ടോട്ടൽ ഫുട്ബോളിൻ്റെ എന്താ പറയുക, പ്രതിനിധികളാണ് ഡച്ച് പട. സോ അത് ഒരിക്കലും അവരുടെ ആരാധകർ അല്പം നിരാശപ്പെട്ടിട്ടുണ്ട് പല വേൾഡ് കപ്പിലും. പക്ഷേ ഫുട്ബോൾ പ്രേമികളെ ഒരിക്കലും നിരാശപ്പെടുത്താത്തൊരു ടീമാണ്. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അവർ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ജപ്പാൻ, നമ്മളെപ്പോഴും പറയും ജപ്പാൻ അത്ര ചില്ലറക്കാരല്ല, ഒരു ചെറിയ മീനല്ല, നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന ഒരു ജപ്പാനെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ടീമാണ്. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ഒരു കറുത്ത കുതിരകളെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ടീമാണ് ജപ്പാൻ. ആ ടീമിനെ സമനിലയിൽ വന്നു. അതിനുശേഷം സ്വീഡൻ ഈ വേൾഡ് കപ്പിൽ തന്നെ ഏറ്റവും നല്ല ഡെഡ്ലി കോംബോ സ്ട്രൈക്കേഴ്സ് ഉള്ള ഒരു ടീമാണ്. ഇസാക്കും അതുപോലെ തന്നെ യോക്കറസും. ആ രണ്ട് സ്ട്രൈക്കേഴ്സ് ഉള്ള ടീമിനെതിരെ 5-1 ജയിക്കുന്നു. സോ നല്ല രീതിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് നെതർലാൻഡ്സ്. സോ അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകട്ടെ എന്ന് വിചാരിക്കുന്നു. ഇന്നും അവർക്ക് നല്ല ഒരു മത്സരം തന്നെ വരുന്നു. അവർക്കുണ്ടായ ഒരു പ്രശ്നം ബിനീഷ് തുടരുക. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട് ഓഡിയോയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.